ഭാഗം 28. ഇഷയിൽ നിന്നും ഒരു മോചനം നേടാൻ അവൻ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. വീണ വീട്ടിലേക്ക് പോയതിനു ശേഷം രണ്ടിലൊന്ന് തീരുമാനിക്കണമെന്ന നിലയിലാണ് അനന്തുവിന്റെ വീട്ടിലേക്ക് നടന്നത്. 2-3 ദിവസമായി വീട്ടിൽ നിന്നും മറ്റെവിടെയും പോവാതെ ഷെഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു അനന്തു. കുറച്ച് ദിവസങ്ങളായി ഒറ്റപ്പെട്ടതുപോലെയാണ് അവന് തോന്നിയത്. അവളുടെ സംസാരവും ആ സാന്നിധ്യവും ഇല്ലാതായതോടെ ദുരിതത്തിലാകപ്പെട്ടതുപോലെ അവന് തോന്നി. കിരണാണെങ്കിൽ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. പാലക്കാടോ മറ്റോ ജോലിക്ക് പോയതാണ്. അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. അതിനുശേഷം പെൺകുട്ടികൾക്കൊപ്പം ഉള്ള സെൽഫികൾ അയച്ചു തരലാണ് അവൻ്റെ പ്രധാന പണി. ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അതുപോലെ ഒന്ന് എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഒരു നിമിഷം അനന്തു ഓർത്തു. ഒറ്റയ്ക്കാകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയെങ്കിലും ഒരുമിച്ചൊരു ചിത്രം വേണമായിരുന്നു. പ്രാണനിൽ പ്രണയത്തിൻ്റെ മഴ പെയ്ച്ചവൾ, ശലഭ സാന്നിധ്യമായി തന്നിലേക്ക് ചേക്കേറിയവൾ, പറയാതെ തന്നിലേക്ക് ഒഴുകിയെത്തിയവൾ, അവളില്ലായ്മ തന്നെ ഉലച്ചു തുടങ്ങി. പ്രാണന്റെ ശ്വാസമായവൾ. എവിടെയാണ് പ്രിയതേ നീ? ഹൃദയം തേങ്ങി തുടങ്ങി. സംസാരിക്കുമ്പോൾ പലവട്ടം ഒരു ശല്യമായി തോന്നിയിട്ടുണ്ട്. വേറെ പണിയൊന്നുമില്ലാതെയാണോ തന്നെ വിളിക്കുന്നതെന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംസാരമില്ലാതായപ്പോഴാണ് അതെത്ര പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഉള്ളിൽ പടർന്ന കുളിരായിരുന്നു ആ സ്വരം. എത്രയോ വട്ടം തൻ്റെ വഴികളിൽ അവൾ തന്നെ കാത്തു നിന്നു. അന്നൊന്നും ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. ഇന്ന് അങ്ങനെ ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിലെന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു. തെന്നലിൻ്റെ സ്പർശം പോലും അവളുടെ ചുംബനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓർമ്മകൾ അത്രമേൽ നിർമ്മലമാണല്ലോ. അവളുടെ കണ്ണുകൾ ചുവന്നു തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് ഇടവഴിയിലൂടെ വിവേക് കയറി വീട്ടിലേക്ക് നടന്നു വരുന്നത് അവൻ കണ്ടത്. ഒരു നിമിഷം അവനിൽ ദേഷ്യവും വെറുപ്പുമൊക്കെ തോന്നി. പെട്ടെന്ന് തന്നെ അവൻ ഷെഡിൽ നിന്നും എഴുന്നേറ്റ് അവൻ അരികിലേക്ക് നടന്നു. അനന്തു നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ വിവേക് അകത്തേക്ക് കയറാതെ വീടിനടുത്തുള്ള വഴിയിലേക്ക് ഇറങ്ങി. താനെന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? അല്പം ദേഷ്യത്തോടെയായിരുന്നു വിവേകിന്റെ സംസാരം. അതുകൂടി കേട്ടതോടെ അനന്തുവിന് ശരീരത്തിലേക്ക് ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി. ഞാൻ തനിക്ക് കോൺട്രാക്ട് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ടോ? താൻ വിളിക്കുമ്പോഴെല്ലാം ഞാൻ ഫോൺ എടുക്കാമെന്ന്. വിവേകിന് അവന്റെ മറുപടിയിൽ കോപം ഇരച്ചു കയറി. നീ എന്താണ് വിചാരിച്ചത്? എന്നെ അങ്ങ് പൊട്ടനാക്കാമെന്നോ? അല്പം ദേഷ്യത്തോടെ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചാണ് വിവേക് പറഞ്ഞത്. ഒരു നിമിഷം അനന്തുവിന് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. തന്റെ കഴുത്തിൽ കയറി പിടിച്ചവന്റെ കൈയെടുത്ത് ആ നിമിഷം തന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞിരുന്നു. അതിനുശേഷം അവന്റെ വലം കൈയിൽ വിവേകിന്റെ കവിളിൽ പതിച്ചു കഴിഞ്ഞിരുന്നു. ഇതെന്തിനാണെന്നറിയോ? കെട്ടാൻ പോകുന്ന പെണ്ണിനെ ചതിക്കാൻ മറ്റൊരുത്തിനെ കൂട്ടുപിടിച്ചതിന്. ഒന്ന് ചിന്തിക്കാൻ അവസരം നൽകാതെ അടുത്ത നിമിഷം തന്നെ ഇടത്തെ കവിളിലും അടുത്ത പ്രഹരം ലഭിച്ചിരുന്നു. ഇതെന്തിനാണെന്നറിയാമോ? നിന്റെ ജോലിക്കാരനെ പോലെ വന്ന് എന്നോട് ഓർഡർ ഇട്ടതിന്, എൻ്റെ ശരീരത്തിൽ പിടിച്ചതിന്. ഡാ മോനെ, നീ സൂക്ഷിച്ചു. എന്നെ അടിച്ച ഓരോ അടിയും നിനക്ക് ഞാൻ തിരിച്ചു തരും. ദേഷ്യത്തോടെയാണ് വിവേക് പറഞ്ഞത്. ഒന്ന് പോടാ, നിനക്കെന്നെ അറിയില്ല. എനിക്ക് നിന്നെ അറിയാം. സ്വന്തം കൂടപ്പിറപ്പിനെ പോലും കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്തൊരു പിമ്പാണെന്ന്. ഇനി കേട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് വിവേകിന് തോന്നിയിരുന്നു. നായേ, എന്തു പറഞ്ഞടാ? ആ നിമിഷം തന്നെ വിവേകിന്റെ കൈകൾ ഉയർന്നതും അനന്തു മറുകൈയാൽ ആ കൈകൾ തടുത്തിരുന്നു. നീ ആണാണെങ്കിൽ എന്നെ അടിക്കടാ. ദേഷ്യത്തോടെ വിവേകിന്റെ അരികിലേക്ക് നിന്നുകൊണ്ട് അനന്തു പറഞ്ഞപ്പോൾ അവന്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം ഒരു നിമിഷം വിവേകിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ അവനുമായി ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ഇത്ര വർഷമായി താൻ ഉണ്ടാക്കിയെടുത്ത നല്ല പേരിനെ അത് ബാധിക്കും. ഒന്നും നോക്കാനില്ലാത്തവനാണ്. ഇത്ര നാളും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ മറ്റുള്ളവർക്ക് മുൻപിൽ തുറന്നു പറഞ്ഞാൽ പാളിപ്പോകാൻ പോകുന്നത് തൻ്റെ പദ്ധതികളാണ്. ഇപ്പോൾ സംയമനം പാലിക്കേണ്ടത് താനാണെന്ന് വിവേകിന് തോന്നിയിരുന്നു. എന്താ നിന്റെ പ്രശ്നം? നീ എല്ലാം സമ്മതിച്ചതല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വിളിച്ചത്? അല്പം ശാന്തതയോടെ വിവേക് പറഞ്ഞപ്പോൾ അവൻ കളം മാറ്റി ചവിട്ടാൻ തുടങ്ങിയെന്ന് അനന്തുവിന് മനസ്സിലായി. നിനക്ക് പറ്റില്ലെങ്കിൽ അന്ന് പറയണമായിരുന്നു. അല്ലാതെ എല്ലാം സമ്മതിച്ചതിന് ശേഷം വൃത്തികെട്ട പരിപാടി കാണിക്കരുത്. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ഇനി മേൽ ഈ ഒരു കാര്യത്തിനും നീ എന്നെ കാണാൻ വന്നേക്കരുത്. ഞാൻ തെറ്റ് ചെയ്തു, തെണ്ടിത്തരം കാണിച്ചു. പക്ഷേ ഞാൻ നിന്നോടല്ല, ഒക്കെ തിരുത്തിക്കൊണ്ടിരിക്കുക ഞാൻ. അത്രയും പറഞ്ഞ് മെല്ലെ നടന്നു അനന്തു. നടക്കാൻ തുടങ്ങിയപ്പോൾ കൈകൊട്ടി വിവേക് വിളിച്ചു. എന്താടാ, അവളോട് നിനക്ക് ദിവ്യ പ്രേമം തുടങ്ങിയോ? അതോ പ്രേമത്തിൻ്റെ പേരിൽ നീ അവളെ നന്നായിട്ട് തന്നെ കണ്ടോ? അതുകൊണ്ടാണോ ഇപ്പോൾ അവളെ നിനക്ക് മറക്കാൻ പറ്റാത്ത അത്ര എന്ത് സുഖമാണ് അവൾ നിനക്ക് നൽകിയത്? എനിക്ക് മനസ്സിലായി നിനക്ക് അവളോട് പ്രേമമാണെന്ന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ അകറ്റാൻ നോക്കുകയാണെന്നും മനസ്സിലായി. ഇനി എനിക്കറിയേണ്ടത് പ്രേമത്തിനും അപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അതറിഞ്ഞില്ലെങ്കിൽ
നാളെ എനിക്കൊരു കൊച്ചുണ്ടായ അതിന് നിന്റെ മുഖച്ചായ വല്ലതും വന്നാ ഞാൻ വെറുതെ കോടതി വരാന്തയിൽ കയറി ഇറങ്ങണമെന്ന് കരുതിയോ? പച്ചറ്റെ ഒറ്റ ചാട്ടത്തിന് തന്നെ അനന്തു അവൻ്റെ കഴുത്തിന് പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. ഒരു നിമിഷം ശ്വാസം കിട്ടുവാൻ പോലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു വിവേകിന്. അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുകയും അനന്തുവിൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അവൻ്റെ ശക്തിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ വിവേകിന് സാധിച്ചിരുന്നില്ല. അവസാനം കണ്ണു തള്ളി തുടങ്ങിയ നിമിഷമാണ് അനന്തു കൈ അയച്ചത്. മേലാൽ അവളെപ്പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ പറയാൻ നിനക്ക് നാവുണ്ടാവില്ല. എനിക്ക് പ്രേമമാടാ. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അവളെ മാത്രമായിരിക്കും കെട്ടുന്നത്. പിന്നെ ഞാൻ അവളെ കെട്ടിയില്ലെങ്കിലും നിന്നെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കില്ല. ഈ ലോകത്ത് ആര് സ്വന്തമാക്കിയാലും നിനക്ക് അവളെ കിട്ടില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാൻ മടിക്കില്ല. അവൾക്ക് വേണ്ടി അത്രയെങ്കിലും എനിക്ക് ചെയ്യണം. ഇനി നിന്റെ നിഴല് പോലും അവളുടെ കൺവട്ടത്തുണ്ടാവാൻ പാടില്ല. ഞാനിത് വെറും വാക്ക് പറയുന്നതല്ല. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് നിന്നോടാ. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതും നിന്നോട് തന്നെയാണ്. അതിന് കാരണം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് നീയാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ അവളുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ ഒരു പരിഗണന കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. ഇനി എന്നെ കാണാൻ വരരുത്. ഒന്നാമത് ഞാൻ സമനില തെറ്റി നിൽക്കുന്ന സമയത്ത് എന്നോട് ഒരുമാതിരി വൃത്തികെട്ട വർത്തമാനം പറയാനാണ് നീ വരുന്നതെങ്കിൽ നിന്റെ അവസാനമാണ്. അത്രയും പറഞ്ഞ് ഒന്നും മിണ്ടാത്ത അനന്തു അകത്തേക്ക് കയറിപ്പോയപ്പോൾ വിവേക് തകർന്ന അവസ്ഥയിലായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നും എവിടെ നിന്ന് തുടങ്ങണമെന്നും അവൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ മോന് പനിയായതുകൊണ്ട് തന്നെ ദീപ്തി ആശുപത്രിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ടുപോയിരുന്നു. അവൾക്കൊപ്പം തന്നെ സുഭദ്രയും ആശുപത്രിയിലേക്ക് പോയി. ഒരു നിമിഷം അവൾക്ക് അനന്തുവിനെ കാണാൻ തോന്നി. പക്ഷെ ഫോൺ പോലുമില്ല. അവനെ ഒന്ന് വിളിച്ചു പറയാൻ ലാൻഡ് ഫോൺ ലോക്കാണ്. അപ്പുറത്ത് സൂരജേട്ടനുമില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് അവൾ മുറിയിൽ ചെന്ന് ഒരു ചുരിദാർ എടുത്തിട്ടു. അതിനുശേഷം വീട് പൂട്ടി. അനന്തുവിൻ്റെ വീട്ടിലേക്കുള്ള വഴി ഏകദേശം അറിയാം എന്നതുകൊണ്ട് തന്നെ വീട് ലക്ഷ്യമാക്കി നടന്നു. അവിടേക്ക് ചെന്നാലും താൻ ആരാണെന്ന് പറയുമെന്ന് യാതൊരു ഊഹവും അവൾക്കുണ്ടായിരുന്നില്ല. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കോളനിയിലാണ് അവൻ താമസിക്കുന്നതെന്ന് മാത്രമാണ് അവൾക്കറിയാമായിരുന്നത്. അറിയാവുന്ന വിവരങ്ങൾ വെച്ച് അവൾ അവിടേക്ക് നടന്നു. വഴിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന 2-3 പുരുഷന്മാർ അവളെ കണ്ട് കൂക്കി വിളിക്കുവാനും കമൻ്റ് അടിക്കുവാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഒരു വല്ലായ്മ അവൾക്ക് തോന്നിയിരുന്നു. പക്ഷെ ഉള്ളിൽ അവനെ കാണണമെന്ന മോഹം തീരെ തല്ലുകയാണ്. കുറച്ചു ദൂരം നടന്നപ്പോൾ ബൈക്കുമെടുത്ത് അവർ പുറകെ വരുന്നത് അവൾ കണ്ടു. അവളോട് മോശം കമൻറ്റുകൾ പറഞ്ഞ് വളരെ പതുക്കെ ബൈക്കുമായി അവർ പുറകെ വരുന്നത്. ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നി തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് വിഷ്ണുവിൻ്റെ സഹോദരിയെപ്പറ്റി അവൾ ഓർത്തത്. അരികിൽ കണ്ട വീട്ടിലേക്ക് അവൾ കയറിയപ്പോൾ പെട്ടെന്നവർ ബൈക്ക് വിട്ടു പോയിരുന്നു. അവിടെ വീട്ടുമുറ്റത്ത് മുളകുണക്കിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ അരികിൽ ചെന്ന് അവൾ ചോദിച്ചു, ആൻറ്റി, ഈ അമൃതയുടെ വീട് എവിടെയാ? അമൃതയോ? ഏതമൃത? കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഈ നാട്ടിൽ തന്നെ ഉള്ളതാണ്. അമൃത എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. അമ്പിളി എന്ന് പറഞ്ഞ ആൻറ്റിയുടെ മോളാണ് അമൃത. ഓ, നമ്മുടെ ലോറിക്കാരൻ്റെ ഭാര്യ അമ്പിളിയുടെ മോള്. ആ പെണ്ണിന് മോളേക്കാൾ പ്രായം കുറവാണല്ലോ. എൻ്റെ കൂടെ പഠിക്കുന്നതല്ല, ഞാൻ അവളുടെ സീനിയറായിട്ടാണ് പഠിക്കുന്നത്. സ്കൂളിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. എവിടെയാണ് വീട്? ഈ വയൽ കഴിഞ്ഞുള്ള വഴി ഇറങ്ങി കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കനാല് കാണാം. അതിൻ്റെ ഇപ്പുറത്തെ വീടാണ്. ശരി ആൻറ്റി. അവൾ അവർക്ക് നന്ദി പറഞ്ഞ് അവിടേക്ക് നടന്നപ്പോൾ അവരുടെ കണ്ണുകൾ അവൾക്ക് നേരെ നീളുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞതൊന്നും അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.